ദാ ഇങ്ങനെയുള്ള ചിക്കൻ ഫ്രൈ പെരട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാത്രം കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ. അതിനായിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചോ. പിന്നെ മെയിനായിട്ട് വേണ്ട ഐറ്റമാണ് ഈ വറ്റൽമുളക്. വറ്റൽമുളക് ഇതേപോലെ ഒരു ഫോർക്കിലൊന്ന് കുത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, കുറച്ച് വെളുത്തുള്ളി വേണം, കുറച്ച് കറിവേപ്പില വേണം, പിന്നെ ഒരു 3-4 കൊച്ചുള്ളിയും കൂടി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ചതച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പരുവത്തിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മാറ്റി വെച്ച ചിക്കനിലേക്ക് ഈ അരപ്പൊന്നിട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മസാലകളായിട്ട് കുറച്ച് തൈരും ആവശ്യത്തിന് ഉപ്പും അല്പം മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കൈ വെച്ചൊന്ന് തിരുമ്മിയെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും മസാല നന്നായിട്ട് പിടിക്കണം കേട്ടോ. കൂടിപ്പോയാൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പറ്റിയില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാക്സിമം റെസ്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. അതിനുശേഷം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട്. എന്തായാലും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക.